നമ്മുടെ യൂട്യൂബ് റവന്യൂ റിവീൽ ചെയ്യാൻ പോവാണ്. ഫ്രീഡം കിട്ടിയ നോട്ടുകൾ. കൊടുക്കുടിച്ചപ്പോ തന്നെ അതിന്റെ പിറ്റേ ദിവസം ലോട്ടറി അടിച്ച്. ഹലോ ഗൈസ്, അപ്പൊ എന്താ പരിപാടി? അപ്പൊ നമ്മുടെ യൂട്യൂബ് റവന്യൂ എത്രയാണ് നമുക്കത് കിട്ടാൻ തുടങ്ങി. എന്റെ അടുത്ത് എല്ലാവരും ചോദിക്കും എത്ര കിട്ടുന്നുണ്ടെന്ന്. എന്റെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട് നമ്മൾ കാണാം. അപ്പൊ നമ്മള് അതിനൊരു ആൻസർ ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാന്ന് കരുതുന്നത്. യൂട്യൂബ് റവന്യൂ കിട്ടിയാൽ തന്നെ നമുക്ക് എത്ര കിട്ടും അതൊക്കെ നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങള് വീഡിയോ കണ്ടുനോക്കുക. യൂട്യൂബ് റവന്യൂ കിട്ടാൻ തുടങ്ങിയാന്ന് ചോദിച്ചാൽ സങ്കടൊന്നുമില്ല, എന്നാലും ചെറിയൊരു 4 വർഷം ആയാലും എല്ലാരും വിചാരിക്കണം നമുക്ക് കിട്ടി തുടങ്ങിയെന്നായിരിക്കും. പിന്നെ സബ്സ്ക്രൈബേഴ്സും മാത്രമല്ല അതിൽ നോക്കണം. നമുക്ക് ഈ റവന്യൂ കിട്ടാൻ ഏറ്റവും കൂടുതൽ വേണ്ട വ്യൂസ് ആണ്. ആദ്യം തന്നെ നമുക്ക് ഒരു $100 ആയാലേ പൈസ കിട്ടുള്ളൂ. നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ 90 യൂട്യൂബ് സ്റ്റുഡിയോ കൂടിയാണ് കാണിക്കുന്നത്. 91.63. ഇതിപ്പോ 91.1 പിന്നെ 2, 3, 4 അങ്ങനെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാസം കിട്ടുമെന്നാണ് ഇത് പറയണത്. പക്ഷെ മാസം കിട്ടിയാലും നമുക്ക് ഇപ്പൊ നമ്മൾ ഒരു മാസം എത്ര വീഡിയോ ഇടണം അതനുസരിച്ച് അത്യാവശ്യം കുറെ വീഡിയോസ് ഇടണം. പിന്നെ വ്യൂസ് ഉണ്ടാവണം. ഇപ്പൊ ഒരു $2 ആണെങ്കിൽ അത് പെട്രോൾ അടിക്കാനെങ്കിലും പൈസ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് യൂട്യൂബറിനെ കുറിച്ച്. നമ്മള് ഇത്ര ഉള്ളു വലിയ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല സംഭവം. ടിക്ടോക്ക് നമ്മുടെ ഒരു ഇച്ചിരി ഫെയിം ആയിട്ടിരുന്ന സമയത്ത് അല്ലേ 30K ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇത്തിരി ഇതായിട്ടിരിക്കുന്ന സമയത്ത് ബാനായി പോയി. അതേപോലെ യൂട്യൂബ് പോയില്ലെന്ന് ആരും കണ്ടു. അല്ല പറയാമല്ലോ, നമ്മളെല്ലാം മുൻകൂട്ടി ഇതാക്കണം. നമ്മളിപ്പോ ഇത്തിരി ഒന്ന് ഫേമസ് ആകാൻ പോകുന്ന സമയത്തായിരിക്കും പറയാൻ പറ്റില്ല. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. നമ്മള് യൂട്യൂബ് വരുമാനം ഉണ്ടെന്ന് ആദ്യം വിചാരിച്ചും കൂടി ഇല്ല ഇങ്ങനെയൊക്കെ കിട്ടും. അപ്പൊ ഏതായാലും ഇനിയിപ്പോ വെക്കേഷൻ തുടങ്ങി. ഇനി വെക്കേഷൻ തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞു. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കാണൂ. നമുക്ക് എത്ര രൂപ കിട്ടി, ആ പൈസ വെച്ച് എന്താ ചെയ്യാൻ പോണെന്ന് കണ്ടുനോക്കൂ. എത്ര വർഷത്തെ സമ്പാദ്യം? ഒരു വർഷത്തെ ഇത് കൊറേ നാളായി തോന്നുന്നു. ഇത് വേറെ ഞാൻ വല്ലയിടത്ത് വാങ്ങണ കുടുക്കൊക്കെ വേർന്നറിയാറുണ്ട്. പക്ഷെ വേറെ സ്ഥലത്തു നിന്നൊക്കെ വാങ്ങിയാല് അത്ര പെട്ടെന്ന് അറിയാറില്ല. ഇത് മറ്റേ കോയിനുള്ള കുടുക്കയാണ് ഗൈസ്, കോയിൻസ് മാത്രം. ഇതിലാണ് നമ്മുടെ നോട്ടൊക്കെ ഉള്ളത്. ഇത് ഏകദേശം നടന്നിട്ടുണ്ടെന്നാണ്. ഇത് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞത്. അപ്പൊ ഇന്ന് നമുക്ക് കുടുക്ക പൊട്ടിക്കാൻ പോണേ. നമുക്ക് നോക്കാം ഇതിൽ എന്തോരം ഉണ്ടാവും. ഞാനിങ്ങനെ ഇതാണ് നമ്മുടെ അപ്പ കൊടുക്കാം. ചിലതൊക്കെ അമ്മ അപ്പയൊക്കെ എനിക്ക് തരും ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ കടയിൽ പോയിട്ട് വരുമ്പോ ബാക്കി പൈസ ഉണ്ടാവില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്ത് കുടുക്കലോട്ടൊക്കെ ഇടും. അങ്ങനെയൊക്കെ നമ്മൾ സെറ്റാക്കി എടുത്താണ്. പിന്നെ മേശപ്പുറത്ത് കിടക്കണ അല്ലറ ചില്ലറ പൈസയൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ ഇട്ടാണ് നമ്മൾ ഇത്ര ആക്കി. എനിക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ചെലവാക്കാൻ ഒരു ഇത് വരുള്ളൂ. ഇത് ഈ കോളേജിൽ പോകാൻ വേണ്ടി ഒരു 50 രൂപ 100 രൂപയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടാവും പൈസ പേഴ്സില്. അത് ഇവിടെ വന്നാലും പിന്നെ നബാട്ടി വാങ്ങുക, അങ്ങനെ വാങ്ങുക, അങ്ങനെ ഇതാക്കളെ. ഞാൻ പിന്നെ ഇത്തിരി കളക്ഷൻ ഇതുള്ളതുകൊണ്ട് നമുക്ക് പൊട്ടിച്ചേക്കാം. ഇല്ല ഒരെണ്ണം നീ പൊട്ടിച്ചോ. നമുക്ക് പൊട്ടിച്ച് ഒരാൾ അവിടെ കിടക്കുന്നപ്പോഴേ ആദ്യം അവിടെ നിന്ന് പൊട്ടിക്കാൻ പാ. അവിടെ പിടിക്കാൻ അതായത് അവിടെ പട്ടുറും പിടിക്കാൻ കളിച്ചെന്നാ നീ അത് പോയത്. ശക്തിയാണ് എനിക്ക്. അത് പൊട്ടും. അല്ലെങ്കിൽ ഞാനൊന്നിങ്ങനെ ഒന്നും പതുക്കെ അടിച്ചോളൂ. അപ്പൊ തന്നെ പൊട്ടി. കണ്ടാ നല്ല ക്യൂട്ടായിട്ടിരിക്കണല്ലേ. ശക്തിയുണ്ടോ? അപ്പൊ നമ്മൾ ആദ്യത്തെ കുടുക്ക പൊട്ടിച്ചപ്പോൾ ഇത്രേ ഉള്ളൂ. ഹാഫ് പറഞ്ഞിട്ടുള്ളായിരുന്നു. ഇതിപ്പോ വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ പൊട്ടിച്ച, അല്ലെങ്കിൽ നമ്മൾ പൊട്ടിക്കില്ലായിരുന്നു. ഇത് വേഗം അറിയണമില്ല. ഞാൻ കൊറേ നാളെ ഇത് വെച്ചേക്കണത്. അറിയുള്ളൂ. ഇടണം വല്ലപ്പോഴും ആരെങ്കിലും. പിന്നെ കേട്ടാ പൊന്നത് കുത്തക്കേടാണ്. ഇത് പൊട്ടിക്കാൻ പോണേ. പൊട്ടിച്ചോ. അയ്യോ പൊട്ടിയില്ല. ഇത് ഭയങ്കര സ്ട്രോങ്. ഞാൻ പോണേണെന്ന് ഇവിടെ ആടി പോയോള്.
അപ്പൊ നമ്മുടെ കയ്യിൽ ഇത്ര പൈസ ഉണ്ട് guys. നമ്മൾ പണക്കാരായി. അതെ പണക്കാരായി നമ്മള്. ഇങ്ങനത്തെ കുറച്ചൊക്കെ നമ്മൾ സേവ് ചെയ്യണൊക്കെ നല്ലതാണ്. നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഉപകാരപ്പെടും. പിന്നെയാണെങ്കിൽ ഇതൊരു നല്ലൊരു ശീലമാണ് ഗൈസ്. നിങ്ങളപ്പോ എല്ലാവരും പഠിക്കാം. അച്ഛനെ മാതൃകയാക്കുക. കാഴ്ചയും കണ്ടിരിക്കാൻ അവളെ ഇവിടെ വന്നിട്ട് പുറത്തോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കും ഇങ്ങനെ. എന്നടി 1000 പോയി ഫസ്റ്റ് മുതലടിക്കും. 4 5 6. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ റവന്യൂ. നമുക്ക് വേറെ ഒരു റവന്യൂ ഇല്ല ഗൈസ്. അപ്പൊ നമുക്ക് കുടുക്ക പൊടിച്ചപ്പോ കിട്ടിയ പൈസ ഇത് നമ്മൾ നോട്ട് ഇടുമ്പോഴല്ലേ ഇത് ഭയങ്കര തിങ്ങിയിരിക്കൂല, ഇങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവൂല കേട്ടെന്ന്. അപ്പൊ ഞങ്ങൾ കരുതിന്ന് അറിഞ്ഞിട്ടുണ്ടാവുന്ന കരുതി അടുത്ത്. പക്ഷെ അതിൽ ഗ്യാപ്പൊക്കെ ഉണ്ടായി. എന്നാലും കുഴപ്പമില്ല. പക്ഷെ നമ്മളിത് പൊട്ടിക്കണമെന്ന് വിചാരിച്ചു തന്നെ പൊട്ടിച്ചത്. അതല്ലടി മാങ്ങ വെച്ചിട്ടുണ്ടല്ലേ അവിടെ. മാങ്ങ ഇവിടെ ഞങ്ങളെ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് സൂപ്പർ മാങ്ങയൊക്കെ സെറ്റ് ആക്കണേ. ബോൾ കളിച്ചാ നീ അവിടെ നിന്ന് ഞങ്ങൾ ബോൾ കളിക്കട്ടെ. ഹായ് മഴക്കാറി. അപ്പൊ ഗൈസ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു പോൾ ഇട്ടേച്ച് അതിൽ കൂടുതൽ പേരും ഡേ ഇൻ അവർ ലൈഫാണ് ചൂസ് ചെയ്തത്. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഇവിടെ അങ്ങനെ നിക്കണേ. അടുത്ത വീഡിയോ അപ്പൊ അതായിരിക്കും. ഇനി നമ്മള് അടുത്ത കുടുക്ക വാങ്ങുന്നു, അടുത്തയിൽ നിറക്കുന്നു. ഇത് നമ്മളൊരു എല്ലാ വർഷവും ഒരു മിഷൻ പോലെയാണ് എനിക്ക്. അപ്പൊ അടുത്ത കുടുക്ക അറിയുമ്പോ അടുത്ത പൊടിയാശം ഭയങ്കര നമുക്കൊരു ക്രേസ് പോലെയാണ് ശരിക്കും പറഞ്ഞാല്. ഞാൻ കുഞ്ഞിലെ മുതൽ അമ്മ എനിക്ക് കുറച്ച് പൈസയൊക്കെ എടുത്തു വെക്കാൻ തരും. അപ്പൊ ഞാനിങ്ങനെ എടുത്തൊക്കെ വെക്കും കുറെ സ്ഥലത്ത്. എല്ലായിടത്തും ചേച്ചിമാരാണ് പൈസ വേണം. എല്ലാം നേരെ തിരിച്ചു. അത് നിന്റെ കയ്യിലിരിപ്പുണ്ട്. നമുക്കപ്പൊ അമ്മേനെ അപ്പനെ കൊണ്ട് ഗസ് ചെയ്യിപ്പിക്കാം എത്ര ഉണ്ടാവും. ഇത് എത്ര രൂപ ഉണ്ടെന്ന് ഗസ് ചെയ്യും. ചില്ലറ അതും കൂടി കൂട്ടി പറയണോ അല്ലെങ്കിൽ നോട്ട് മാത്രമായിട്ട് പറയണോ? കൂട്ടി പറയാം. എല്ലാം കൂടി എത്ര ഉണ്ടാവും? 8 രൂപ 2000 അതൊരു 500 ഉണ്ടാവും. 2500. ഞാൻ 3000 പ്രതീക്ഷിച്ചു. ഉറപ്പിച്ചാ? ഉറപ്പിച്ചു. ഏകദേശം പറഞ്ഞ ശരിയാണ്. 2150 രൂപ. അത്ര ഉണ്ട്. ഫ്രീഡം കിട്ടിയ നോട്ടുകൾ ഇത്രയാണ്. അതിന്റെ അകത്ത് ശ്വാസം പോലെ അടഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പൊ ഫ്രീഡം കിട്ടി. ഇത് രണ്ടും കൂടെ കൂട്ടി രണ്ടും കൂടി കൂട്ടി ഒരു എണ്ണി നോക്കണ്ട. 4000 രൂപ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല അങ്ങോട്ടൊക്കെ എടുക്കണമെന്ന്. 4000 രൂപ ഉറപ്പിച്ച അതിന്റെ പകുതി. ഞാൻ കരുതി ഇത് നിറഞ്ഞപ്പോ ഫുള്ള് നിറഞ്ഞിട്ടുണ്ടാവുന്നു. അപ്പൊ ആണെങ്കിൽ ഇത് പക്ഷെ അവര് കുറച്ച് ഇറക്കി ഉണ്ടായിരുന്നു. അതാണ് അവിടെ കുത്തിയത്. അത് അച്ചൂടെ ഒരു വർഷത്തെ സമ്പാദ്യം. 500 മാത്രം ഇടാൻ പാടുള്ളൂ. പിന്നെ അടുത്ത വാങ്ങുമ്പോ ഞാൻ നേരത്തെ നോട്ടും കോയിനൊക്കെ കൂടി ഒരുമിച്ചിട്ട് വെച്ചത് നേരത്തെ കുടുക്കയില്. പിന്നെ അപ്പൊ പറഞ്ഞാൽ സെപ്പറേറ്റ് ഇടണോന്ന്. എന്നിട്ട് ഞാൻ ഇപ്പൊ സെപ്പറേറ്റ് ആക്കി. ഇനി നമ്മൾ അടുത്ത തവണ ഇത് വെച്ച് നമ്മള് അടുത്ത കുടുക്കയിലോട്ട് ഇടാൻ പോകുന്നു. ഈ ഹേനയുടെ കാരണമാണ് ഞാനിപ്പോ കുടുക്ക പൊട്ടിക്കണത്. ഹേനക്ക് കുടുക്ക പൊട്ടിക്കാൻ ഭയങ്കര ഇഷ്ടം. എനിക്കും ഇങ്ങനെ മൺകുടുക്ക പൊട്ടിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാനും ഇവള് പറയട്ട് അന്നാ പൊട്ടിക്കാം എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചതാണ് നമ്മള്. നമുക്കിനി അടുത്ത കുടുക്ക നടക്കാം. ഇത്ര നേരം നല്ല ചൂടായിരുന്നു. ഇപ്പൊ കാർമേക്കൊന്നും കൂടി നല്ല തണുപ്പടിക്കും. പൊരിഞ്ഞ വെയിലിന് ശേഷം ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് വരുമ്പോ ഒരു ആശ്വാസം ഉണ്ടല്ലോ. ഒരു കട്ടനൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കണം. എല്ലാം ഇട്ടില്ല. കൊടുക്കാറ്റാൻ പോണു. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് 2500 രൂപ ലോട്ടറി അടിച്ചു. സത്യം. അപ്പക്ക്
ഇന്ന് രാവിലെ ഒന്ന് അപ്പ പറഞ്ഞു ഓ ഇന്നലെ കറക്റ്റ് കുടുക്കടിച്ചപ്പോ തന്നെ അതിന്റെ പിറ്റേ ദിവസം ലോട്ടറി അടിച്ച് 5 ചീട്ട് സെയിം നമ്പറില കറക്റ്റ് അടിച്ചല്ലേ സെയിം നമ്പർ എടുത്തപ്പ 7363 കിടക്കണം 500 സമ്മാനം ഭാഗ്യണ്ട് അപ്പൊ